ஏன்டா என்ன இன்வைட் பண்ணல இத்தனை ചോദിച്ചുള്ളൂ ஏன்டா என்ன இன்வைட் பண்ணல அப்ப இவன் പറഞ്ഞ அம்மா அத்தனை பேரும் இன்வைட் ചെയ്യാൻ പറ്റില്ല ഇത് പ്രപ്പോസൽ സീൻ ഇന്റിമേറ്റ് സീൻ அப்ப അവന്റെ അമ്മ മറ്റേ ഓ ഇന്റിമേറ്റാ ഓ എനിക്ക് அப்படியெல்லாம் ഫംഗ്ഷൻ എല്ലാം தெரியாதுங்க എന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അയ്യോടാ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ ദിയയുടെ വീട്ടിലായാലും അശ്വിത എല്ലാവർക്കും ഇഷ്ടാവും അല്ലേ? പൊതുവേ എന്റെ സിബ്ലിങ്സ് ആരും പുള്ളിക്കാരനായിട്ട് ക്ലോസ് അല്ല. ബിക്കോസ് ദ തിങ് ഇസ് ദാറ്റ് ഇവൻ ആരുമായിട്ട് അങ്ങനെ ക്ലോസ് അല്ല. എന്റെ അടുത്ത് മാത്രമേ സംസാരിക്കാറുള്ളൂ. ആൻഡ് ഇവൻ വേറൊരു പെണ്ണിനോട് 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അഞ്ജലിയാണ്. അല്ലാതെ ഇവൻ പൊതുവെ സംസാരിച്ചു അല്ല ഇവൻ പൊതുവെ അങ്ങനെ ആരോടും സംസാരിക്കാറില്ല. ഇങ്ങനെ ഒന്നിങ്ങനെ ഇരിക്കും. അവരെന്ത് ചോദിച്ചാലും എന്ന് പറഞ്ഞ പിന്നെ ഞാൻ തന്നെയാ പറയുന്നത് എടോ അവർ തന്നെ ഒന്നും ചെയ്യില്ല സംസാരിച്ചോ ഞാൻ ഇങ്ങനെ പറഞ്ഞ പെൺകുട്ടികളോട് സംസാരിച്ചോ എന്ന് ഞാൻ പറയുന്ന അപ്പൊ ഇവൻ സംസാരിക്കും അങ്ങനെ. അല്ലാതെ ഹീസ് നോട്ട് വെരി ഇവൻ എങ്ങനെ ചാടി കയറി എന്നോട് മിണ്ടോ ഞാൻ വലിയൊരു പുള്ളിയാണ് എന്നുള്ള സംഭവം ഒന്നും കാണിക്കില്ല. ഹീസ് ലൈക്ക് നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടോ സംസാരിക്കും ഞാൻ സംസാരിക്കാം അത്രേ ഉള്ളൂ. അപ്പൊ എന്റെ സിബ്ലിങ്സിന് അവരുടേതായ ഒരു കൈൻഡ് ഓഫ് ഒരു ബിഹേവിയർ ഉണ്ട്. അവരും ആരോടും ഒന്നും സംസാരിക്കത്തില്ല, ഇവനും അങ്ങോട്ട് സംസാരിക്കില്ല, അങ്ങനെ ഒരു സംഭവം. പക്ഷെ I am pretty sure future if they all sit together and talk for ice breaking in ഒരു സാധനം if they sit and talk for 5 minutes they will be friends because even their personality is such that ആർക്കും ഇവനെ ഇഷ്ടപ്പെടാതിരിക്കും. പാവം ഫെലോ ഇഷ്ടപ്പെടാതിരിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ എന്റെ ആന്റി അങ്കിൾ നമ്മൾ ബാംഗ്ലൂരിൽ പോകുമ്പോഴൊക്കെ they have met him many times. എന്റെ കസിൻ ബ്രദേഴ്സ് ഒക്കെ ഇവനായിട്ട് മച്ച കമ്പനിയാണ്. കസിൻ ബ്രദർ കൊച്ചു പയ്യനാ 10ലും 12ലും പഠിക്കുന്നത്. അതിൽ മാഹിന്ന് ഒരുത്തനുണ്ട്. അവൻ എന്നോടെ ആകപ്പാടെ മാത്രം സംസാരിക്കാറുള്ളൂ. ആദ്യമായിട്ട് അവനൊരു വേറെ ആളോട് സംസാരിച്ച് ഞാൻ കാണുന്നത് ഇവന്റെ അടുത്ത്. ബാംഗ്ലൂർ 2 years മുന്നേ ഒരു വ്ലോഗ് കണ്ട 1.5 years ആയി കാണും. പിന്നെ ഈ അടുത്ത് മാഹിന്ന് പറയുന്ന ഞാൻ മാഹിന്റെ അടുത്ത് ഒപ്പീനിയൻ ചോദിക്കും. ബിക്കോസ് ഹീസ് എ ബോയ്. എന്റെ വീട്ടിൽ മൊത്തം ഗേൾസ് അല്ലേ. ഒരു പയ്യനോട് ഞാൻ ഓപ്പൺ ആയിട്ട് ചോദിക്കും. ഞാൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും. എനിക്ക് ഒരു ക്രഷ് വന്നതിന് ശേഷം ഐ ആസ്ക്ഡ് മാഹിൻ വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അശ്വിൻ, ഡു യു തിങ്ക് ലൈക്ക് വി ഷുഡ് അപ്പൊ മാഹിൻ ഇഫ് ഐ വാസ് എ ഗേൾ ഐ വുഡ് ഹാവ് ഗോൺ വിത്ത് ഹിം, ഹീസ് ഗുഡ്, ഹീസ് എ ഗുഡ് ഗൈ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ കേട്ടപ്പോ ഒരു ചെറുക്കൻ എങ്ങനെ പറഞ്ഞെങ്കിലും നല്ല പയ്യനായിരിക്കണമല്ലോ എന്നുള്ളൊരു ഫീലിംഗ്. പിന്നെ എന്റെ അങ്കിൾ ഹീസ് ഓൾസോ തമിഴിയൻ, ഹീസ് ഓൾസോ ഫ്രം തിരുനെൽവേലി. ഇവനും തിരുനെൽവേലിയാണ്, തമിഴുമാണ്. അപ്പൊ ഇവർക്ക് വൈബ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ദേ ആർ ഓൾ സിറ്റിംഗ് ടുഗദർ. അപ്പൊ എന്റെ ആന്റിക്കൊക്കെ ഇവന് ഇഷ്ടമാണ്. ഇവനെ മീറ്റ് ചെയ്ത് അന്ന് തന്നെ ഷീ ടോൾഡ് മീ ലൈക്ക് വൺ ഇന്നസെന്റ് ഫെലോ, വൺ ചാമിങ് ഇന്നസെന്റ് ഫെലോ. അങ്ങനെ കപട നാടകമാണെന്നില്ല മിണ്ടാതിരുന്നു. കപട നാടകമാണ് അങ്ങനെയല്ല. ഞാനത് ഇപ്പം കുറച്ചു പേർക്ക് അങ്ങോട്ട് പോയി ചിലപ്പോൾ നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടത്തില്ല. അവർക്കെന്ന് പറഞ്ഞ ഒരു ബൗണ്ടറി, സ്പേസ്, പ്രൈവസി കാര്യങ്ങളൊക്കെ കാണാം. അപ്പം ഞാൻ ചുമ്മാ അങ്ങോട്ട് വലിഞ്ഞു കയറി എനിക്ക് സംസാരിക്കാൻ പുള്ളിക്കാരുടെ പോലും വലിഞ്ഞു കയറി എങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല. ചിലവർക്ക് ഇഷ്ടപ്പെടത്തില്ല. സോ നമ്മൾ ആക്ച്വലി എന്താ ഇങ്ങോട്ടൊന്ന് സംസാരിച്ചാൽ ഞാനത് എന്താ പറയാ അതിന്റെ ഒരു ഈഗോയിസ്റ്റിക് ക്യാരക്ടറാണെന്ന് മാത്രം വിചാരിക്കില്ല. ഇങ്ങോട്ടൊന്ന് സംസാരിച്ചാൽ ഓക്കെ അവർക്ക് താല്പര്യം. അപ്പൊ ഞാൻ ഓക്കെ അതേപോലെ 50-50 അത്രേ ഉള്ളൂ. ബിക്കോസ് എപ്പോഴും അങ്ങോട്ട് നമ്മൾ പോകുമ്പോഴേക്കും അവർക്ക് ഒരു ഡിസ്റ്റർബൻസോ അവർക്ക് ഇങ്ങനെ തോന്നാം അയ്യോ അതും ഇനി സഹിക്കാൻ പറ്റില്ല.